വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ബി ജെ പിയിൽ കൂട്ടരാജി സംഭവിക്കുമെന്ന് സൂചന. ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ കേന്ദ്ര നേതാക്കൾക്ക് മുമ്പിൽ പ്രാദേശിക നേതാക്കൾ ശക്തമായ വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത്. ഘടകകക്ഷികൾക്ക് വാരിക്കോരി സീറ്റ് കൊടുത്തു, സർവേ നടത്തി സ്ഥാനാർത്ഥികളെ നിർണയിച്ചു, നേമത്ത് പാർട്ടിയുടെ അനുമതി കൂടാതെ രാജീവ് ചന്ദ്രശേഖർ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്നിങ്ങനെയുള്ള പരാതികൾ ഒരുപാട് ബി ജെ പി സാധാരണ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചത് ഇഷ്ടപ്പെടാത്ത ബി ജെ പി നേതാക്കൾ ഒരുപാടുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചത് MLA ആകാൻ വേണ്ടിയാണോ അതോ പൂട്ടിയ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയാണോ എന്നതിനെപ്പറ്റി കൃത്യമായ ഒരു വിവരം രാജീവ് ചന്ദ്രശേഖർ നൽകിയിട്ടില്ല. MLA ആകാൻ വേണ്ടിയാണെങ്കിൽ MLA ആകാൻ വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചത് എന്ന് വേണമെങ്കിൽ കരുതുക. കാരണം നേമം BJPക്ക് അടിത്തറയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖർ മൃഗീയമായ ഭൂരിപക്ഷം നേമം മണ്ഡലത്തിൽ നേടിയെടുത്തു. അതുകൊണ്ട് തന്നെ ഒരു നിയമസഭയിൽ MLA സ്ഥാനം രാജീവ് ചന്ദ്രശേഖർ മോഹിച്ചിരിക്കാം. എന്നാൽ പാർട്ടിയുടെ അനുമതി കൂടാതെയാണ് രാജീവ് ചന്ദ്രശേഖർ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് നേമത്ത്. അതിൽ BJPയുടെ സാധാരണ പ്രവർത്തകർക്ക് എതിരുണ്ട്. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡൻ്റായ ശേഷം വ്യവസായ ലോബിയാണ് BJPയെ നിയന്ത്രിക്കുന്നത്. വ്യവസായ ലോബി എന്ന് വെച്ചാൽ ബിസിനസ് ലോബി. BJPയിൽ നിന്ന് കാര്യം കാണാൻ പറ്റുന്ന ബിസിനസ്സുകാരാണ് നിയന്ത്രിക്കുന്നത്. സാധാരണ പ്രവർത്തകർക്ക് മാരാർജി ഭവനിൽ വലിയ വിലയൊന്നും ലഭിക്കാറില്ല. അതുപോലെ തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. കാരണം അവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ അക്കമിട്ട് നിരത്തി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. നേമം പോലെ തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ കാണിച്ചു കൂട്ടിയ അബദ്ധങ്ങളും സാധാരണ BJP പ്രവർത്തകരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. വോട്ടിന് പണം എന്നൊരു മുദ്രാവാക്യം കേരളത്തിൽ കൊണ്ടുവന്ന ആദ്യത്തെ നേതാവ് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ആയിരിക്കാം. വോട്ടിന് പണം നൽകി അവസാന നിമിഷത്തിൽ കലവിട്ട് ഉടയ്ക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ചെയ്തത്. മറ്റൊന്ന് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനാണ് മത്സരിച്ചത്. മഞ്ചേശ്വരത്തും BJP ജയിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് അവർ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരത്തെ കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് ശക്തമായൊരു ത്രികോണ മത്സരം തന്നെയാണ് ഇക്കുറി നടന്നതെങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ അവിടെ സേഫാണ്. എന്തായാലും 2020 പോലുള്ള ഘടകകക്ഷികൾക്ക് സീറ്റുകൾ വാരിക്കോരി കൊടുത്തതിലും MT രമേശിനെ പോലെയുള്ള BJP നേതാക്കളെ അവഗണിച്ചതിലും BJPക്കുള്ളിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. സർവേ നടത്തി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച രീതിക്കെതിരെയും പ്രതിഷേധം പുകയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ കഴിഞ്ഞാൽ BJPയിൽ നിന്ന് കൂട്ടരാജി പ്രതീക്ഷിക്കാം. കേരളത്തിൽ BJPയിലെ പ്രമുഖ നേതാക്കൾ തന്നെ രാജിവെച്ച് കോൺഗ്രസിലേക്കോ CPMലേക്കോ ചേക്കേറുന്ന ഒരവസ്ഥ ഉണ്ടാകും. BJPക്ക് സീറ്റൊന്നും ലഭിച്ചില്ലെങ്കിൽ. നേമത്ത് സീറ്റ് ലഭിക്കും എന്നായിരുന്നു BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ സംഘപരിവാറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ നേമത്തും ടൈറ്റാണ്. സാധാരണ BJP പ്രവർത്തകർ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നിസ്സംഗതയോടെ കാണുന്ന ഒരു സമീപനമാണ് ഇക്കുറി BJPക്ക് നേരിടേണ്ടി വന്നത്. അത് രാജീവ് ചന്ദ്രശേഖറുടെ നേതൃത്വത്തിൻ്റെ വീഴ്ച തന്നെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി വോട്ടെണ്ണൽ കഴിയുമ്പോൾ BJPയിൽ കൂട്ടരാജി സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്.